ഗ്യാസ് കിറ്റ് കംപ്ലൈൻ്റ് ആയ വണ്ടിയാണ്. ആക്രിക്കടയിൽ അവർ പറഞ്ഞത് വണ്ടി എഞ്ചിൻ മൊത്തം പോയതാണ്, അത് അഴിച്ചു പണിയാൻ പറ്റും, 25,000 രൂപയാകും. അതുകൊണ്ട് വേറെ എഞ്ചിൻ കയറ്റിയ 8,500 കൊണ്ട് പരിപാടി കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ പ്രകാരത്തിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇത് 2 ദിവസം കൊണ്ട് സാധനം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി കൊടുത്തത്. 2 ദിവസമല്ല, ഒരാഴ്ച 1.5 ആഴ്ചയായി. ആ ടൈമിലും ഇവർ ഞാൻ വിളിക്കാൻ പറയാണ്, ഒന്ന് ക്ഷമിക്കാൻ പാടില്ല, വണ്ടിയല്ലേ മെക്കാനിക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് വണ്ടി കൊടുത്ത ടൈമിൽ പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ മണ്ടത്തരം തന്നെയാണ്. ഞാൻ അത് കണ്ട് 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് മോളിട്ടായിപ്പോയി വണ്ടി എടുത്ത് അവിടെ നിന്ന് കെട്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടു. രാത്രിയാണ് വണ്ടി കൊണ്ടുപോയിടുന്നത്. രാവിലെ ഞാനിതുപോലെ വണ്ടി ചുമ്മാ നോക്കാതിരുന്നത് കംപ്ലീറ്റ് കച്ചറാക്കിയിട്ടേക്കാം. എന്നാൽ എന്തോ ആയിക്കോട്ടെ, ഒരു ആളുടെ കാര്യം അവർക്ക് ഇത് ആഗ്രഹമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ വണ്ടിയല്ലേ, ക്യാഷ് കൊടുക്കണം ഞാനാ, അവർക്കതൊക്കെ ചുമ്മാ കൊണ്ടുപോയി തല്ലിപ്പിടിച്ച് കളയാം. ഞാൻ അതിൻ്റെ വണ്ടി നോക്കായിരുന്നു, വണ്ടിയുടെ കംപ്ലീറ്റ് കരിയോയിലായി ബാക്ക് സൈഡിൽ മൊത്തം. എന്നാൽ ഒരു മര്യാദ വേണ്ട. ഞാനൊരു ഫ്രഷ് എഞ്ചിൻ ഓയിലൊക്കെ മേടിച്ചു കൊണ്ടുപോയി കൊടുത്താൽ എല്ലാം കംപ്ലീറ്റ് കച്ചറാക്കിയിട്ട് തിരിച്ചു തന്നെ. വീണ്ടും മറ്റേ ഷോപ്പിൽ കൊടുത്തപ്പോൾ രണ്ടാമത് എല്ലാം എക്സ്ട്രാ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ വർക്ക്ഷോപ്പിലെ പുള്ളിയാണ് പറഞ്ഞത് 3,200 പണി ഉണ്ടായുള്ളൂ. ഗ്യാസ് കിറ്റായിരുന്നു കംപ്ലൈൻറ്റ്. ഒരു പോർഷൻ മാത്രം മാറ്റി ലൈറ്റ് കൂടെ സെറ്റാക്കി മതി. എന്നിട്ട് ഇവരെന്നെ കൊണ്ട് എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കി തന്നു. ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മൾ ഊറ്റി മേടിക്കും, എന്നിട്ട് പറയും ഭയങ്കര ക്രെഡിറ്റ്, ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഫുൾ പണി ചെയ്തത്. എന്നാൽ ചെയ്യണ പണി ചൊവ്വിന് ചെയ്യണ്ടേ, എന്നാലല്ലേ ഒരു വർക്കാവുള്ളൂ അല്ലേ? സത്യം പറയാലോ, ഇവർ ഈ ആക്രിക്കടയ്ക്ക് ഇവർക്ക് പൊളിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഒരു സാധനം കംപ്ലൈൻ്റ് ആയാൽ മാറ്റി തിരിച്ച് കയറ്റാൻ അറിയില്ല. അതാണ് ഇതിങ്ങനെ ആകാൻ കാരണം. ഇതൊരു പാഠം മനസ്സിലായി. നമ്മൾ ഒരിക്കലും ഒരു ആക്രിക്കടയിലും വണ്ടി കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. നല്ല ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ വണ്ടി കറക്റ്റായിട്ട് കിട്ടും. ഇതൊക്കെ ഈ എഞ്ചിൻ്റെ ഒരു പോർഷൻ കംപ്ലൈൻ്റ് ആയുള്ളൂ. എന്നിട്ട് ഇവരെന്നെ കൊണ്ട് കംപ്ലീറ്റ് അഴിപ്പിച്ചു. തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞെട്ടും ബോൾട്ടും ഒന്നും ഉണ്ടായില്ല. എല്ലാം എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് വീണ്ടും മേടിക്കേണ്ടി വന്നു.